വെജനൽ ഏരിയ വാഷ് ചെയ്യരുത്, ഒരു എക്സ്ട്രാ ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ pH ഓൾറെഡി ലെവലാണ്, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യുന്നുണ്ട്, വാഷ് എക്സ്ട്രാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മളൊരു ലോങ് ടൈമിൽ സെയിം ഇന്നോവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് വൃത്തിയാവില്ല, അത് ചില ഇൻഫെക്ഷൻ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അത് ദാറ്റ് ഈസ് ആക്ച്വലി എന്താ വെച്ചാൽ മെൻസ്ട്രൽ പീരീഡ് എന്ന് വെച്ചാൽ നമുക്ക് സ്വെറ്റ്സ് ഒക്കെ കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ ഹൈജീൻ നല്ല കെയർഫുള്ളായിരിക്കണം. ആക്ച്വലി ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി പിന്നെ വെച്ചാൽ മെൻസ്ട്രേഷൻ സമയത്ത് മാത്രമല്ല, നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൈവറ്റ് ഏരിയ വെജനൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായി കെയർ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നമ്മൾ ഈ സോപ്പ് പോലത്തെ ഹാർഡ് വാഷസ് യൂസ് ചെയ്യേണ്ട. നമ്മുടെ pH വാല്യൂ അത് നമുക്ക് താങ്ങൂല. അവിടെ മൈൽഡായിട്ടുള്ള പിന്നെ നമ്മുടെ വെജനൽ വാഷ് ഉണ്ടാവില്ലേ, അതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് വെജനൽ ഏരിയ എപ്പോഴും ഡ്രൈ ആക്കി നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വാഷ് ചെയ്ത് വെള്ളം ഉണ്ടാവില്ലേ, അത് തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. നമ്മളെ സ്കിന്നൊക്കെ എക്സോറേറ്റ് ആയിട്ട് പോകും. കാരണം അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ ഇൻഫെക്ഷൻ വരും, വൈറ്റ് ഡിസ്ചാർജ് പെർ വജൈന വരും, പിന്നെ ഫൗൾ സ്മെല്ലിങ് വരാം, കുറേ ഇച്ചിങ് വരാം അല്ലേ. കൂടുതൽ കുട്ടികൾക്കൊക്കെ വരുന്നതായിരിക്കും, കുട്ടികൾക്കെന്നല്ല ഓൾമോസ്റ്റ് ഓൾ ഏജ് ഗ്രൂപ്പ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതുള്ളത്. എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഡ്രൈ ആക്കണം. ഹോട്ട് വാട്ടർ വാഷ് ഒന്നും വേണ്ട, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. മൈൽഡായിട്ടുള്ള നമ്മുടെ പിന്നെ വെജനൽ വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ എപ്പോഴും നല്ലത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡ്രൈനെസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദാറ്റ്. നമ്മൾ ഡ്രൈ ആക്കാതെ എന്ത് വാഷ് ചെയ്തിട്ടും നമ്മൾ പാൻറ്റീസ് ഇട്ട് കഴിയുമ്പം പിന്നെ ആ പാൻറ്റീസിൽ ആ വെറ്റ്നെസ് നിൽക്കും, അവിടെ നിന്ന് ഫംഗൽ ഗ്രോത്ത് ഉണ്ടാക്കും. അതാണ് നമുക്ക് യൂഷ്വലി വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് പിന്നെ പാൻറ്റീസൊക്കെ എപ്പോഴും കോട്ടൺ യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുണ്ടാവുന്നതും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുള്ളത്. താങ്ക് യു മാം. ആ കുട്ടി ചോദിച്ചിരുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടെ ഞാൻ ചോദിക്കുക. അതായത് ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, നമ്മളെ വെജൈനൽ പാർട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ചില ബോഡി വാഷസ് ഉണ്ട് അവിടത്തേക്ക് മാത്രം യൂസ് ചെയ്യുന്ന, പിന്നെ പെർഫ്യൂംസ് ഉണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന. ഈ പ്രോഡക്റ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നത് സേഫ് ആണോ, ഹെൽത്തിയർ ആണോ? പെർഫ്യൂംസിനല്ല, പിന്നെ വെജനൽ വാഷ് നല്ല ബ്രാൻഡ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് സേഫാണ് ആക്ച്വലി. പിന്നെ ബോഡി വാഷും നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉള്ള ബോഡി വാഷ് ആയിരിക്കും ഒന്നും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, പ്രൈവറ്റ് പാർട്ടിൽ മാത്രം. ആക്ച്വലി ഇതിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഇങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അലർജി വരാം. അലർജി വന്നിട്ട് ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെറുതായിട്ട് ചൊറിഞ്ഞു തുടങ്ങുന്നതൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൈക്കൻ സിംപ്ലെക്സ് ക്രോണിക്കസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ടീഷനായിട്ട് മാറുക ചെയ്യുക. ഇത് കോമൺ ആയിട്ട് OPD കാണുന്നൊരു കാര്യമാണ്. ചെറിയ ഇച്ചിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ നാൾ ചൊറിഞ്ഞ് വേറൊരു അസുഖമായിട്ട് മാറുക. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം മാം പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ ക്ലീനിങ്ങിൽ ഫ്രീക്വൻറ്റ് വാഷസും ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതും കോമൺ ആയിട്ട് കാണുന്നത് OPD. കൂടുതൽ ഹൈജീനിക് ആവാൻ ശ്രമിച്ചുകൊണ്ട് റബ്ബ് ചെയ്തും അങ്ങനെ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ ബ്രേക്സ് ഉണ്ടാവാനും, പിന്നെ നോർമലി നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു ഫംഗസ് ആണ് കാൻഡിഡ. അത് വെറുതെ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഈ കോമൺ ആയിട്ട് കാണുന്ന കാൻഡിഡിയാസിസ്, വൾവോവജൈനൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. എക്സ്ട്രാ കൂടുതൽ ഹൈജീനിക് ആവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഡോക്ടറിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടറും ഈ പറയുന്ന പോലെ എക്സൈറ്റഡ് ആയിരിക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ബ്രസ്റ്റ് ലംസിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഫേസ് ചെയ്ത സാധനമായിരിക്കും ഈ ബ്രസ്റ്റ് ലംസ്. ഇതൊക്കെയാണ് സേഫ്, ഇത് ഈ എല്ലാ ലംസും ക്യാൻസറസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് എങ്ങനെയൊക്കെ സെൽഫ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതായത് ഈ ലംസിൻ്റെ കാര്യം എസ്പെഷ്യലി. ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ദാറ്റ് ഈസ് ദി ഓൺലി ആൻഡ് സ്റ്റിൽ ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ദാറ്റ് എവ്രി വുമൻ ഹാസ് ഇൻ ദെയർ ഹാൻഡ്സ്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് സമയമുണ്ട്. പീരിയഡ്സ് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ റിഗ്രഷൻ നടക്കുന്ന സമയത്ത് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കണ്ണാടിയുടെ മുന്നിൽ, ഐ തിങ്ക് ഐ ഹവ് അഡ്രസ് ദ സെയിം ക്രൗഡ് വിത്ത് ദ സെയിം ടോപ്പിക്. ഇഫ് യു റിമെമ്പർ, ഇറ്റ് വാസ് എ വെരി ഡീറ്റെയിൽഡ് ക്ലാസ്, ബട്ട് ഐൽ സ്റ്റിൽ റിപ്പീറ്റ്. You have to do it clockwise and in top to bottom pattern in the shower or in front of the mirror with a lubricant, with a soap or എന്താ പറയുക ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും വെച്ചിട്ട്. ഫ്രം ദി ടൈം യു അറ്റെയിൻ
പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ടിൽ മെനപ്പോസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു വുമണിന് ഈസ്ട്രോജൻ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഇറ്റ് ഈസ് എൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഈവൻ നൗ NCC ഗൈഡ് ആൻഡ് ഓൾ ദി ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് യൂസസ് ദിസ് ആസ് ദ മോസ്റ്റ് പവർഫുൾ. അല്ലാതെ ഒരു സ്കാനോ MRI ഒന്നും വേണ്ട ഒരു ട്യൂമറെ കണ്ടുപിടിക്കാൻ ഇത് മതി. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് പാർട്ട് ഇസ് വിച്ച് മുഴ ഈസ് പ്രശ്നക്കാരല്ലാത്ത. ഐ വിൽ ടെൽ യു ഇൻ വൺ സെൻറ്റൻസ്. ഇത് എൻ്റെ പ്രൊഫസേഴ്സ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എവ്രി മുഴ ഈസ് എ പ്രോബ്ലം അൺടിൽ പ്രൂവൺ അതർവൈസ്. സോ ഹൂ പ്രൂവ്സ് ഇറ്റ് അതർവൈസ്? ഇറ്റ്സ് എ ഡോക്ടർ. ബട്ട് ഇഫ് യു സീ വെറുതെ ഒരു തടിപ്പ്, വെറുതെ ഒരു സ്വെല്ലിംഗ് പോലെ, ഒരു ഫില്ലിംഗ് പോലെ തോന്നുകയാണെങ്കിൽ യു വെയിറ്റ്, 2 സൈക്കിൾസ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ ഉണ്ടോ? ഈ പറഞ്ഞ പോലെ പീരീഡ്സ് കഴിഞ്ഞിട്ട് നോക്കാവുള്ളൂ. അതേപോലെ ഉണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മുഴയായിട്ട് സംശയം ഉണ്ടെങ്കിൽ ഗോ ടു ദർ എക്സ്പേർട്ട്. ബിക്കോസ് വി ഹൂ കോൾ ourselves as experts, we itself contact 3 other doctors and see എന്താണ്, റേഡിയോളജിക്കലി നോക്കും, പെത്തോളജിക്കലി നോക്കും, ഞങ്ങളും ഒരു ഗ്രേഡ് കൊടുക്കും. എന്നിട്ടേ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ അത് പ്രശ്നക്കാരനാണോ അല്ലേ എന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് തൊടുമ്പോൾ ഒരു ഐഡിയ കിട്ടുമെങ്കിൽ പോലും there is something called as triple assessment, which I again told in my class. That is the only way to say one problem is bad or ഒരു മുഴ കുഴപ്പക്കാരനാണോ കുഴപ്പക്കാരനല്ലേ. Now coming to problem അല്ലാത്ത മുഴകൾ നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് അഡിനോമ, സിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ, ഈ ഒരു എന്താ പറയുക 17 to 35 ഏജിൽ കാണുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ലംസ്, വൺസ് ഇറ്റ് ഇസ് ഡിഫൈൻഡ്, ഒരു ലംബാണ്, ആ ലംബ് നോൺ ക്യാൻസറസ് ആണ് എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ all that you have to do is follow up. എന്ത്, നിങ്ങൾ സ്വന്തം സെൽഫ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. മുഴയ്ക്ക് പെട്ടെന്ന് ഒരു വളർച്ച വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും സിംറ്റംസ് അതിൻ്റെ കൂടെ പുതിയതായിട്ട് ആഡ് ചെയ്തോ, അല്ലെങ്കിൽ പെയിൻ വന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ then again you need to go back to the doctor. Otherwise you just can be എന്താ പറയുക assured that it is there and അതിൻ്റെ പ്രോഗ്രസ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി.